സമസ്തയിലെ തർക്കം പഠിക്കാൻ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് 5-അംഗ സബ് കമ്മിറ്റി. ലീഗ് വിരുദ്ധരുടെയും ലീഗ് അനുകൂലികളുടെയും പരാതി കേൾക്കും. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇതിനു മുൻപ് യോഗം വിളിച്ചിരുന്നു, പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. ഈ സബ് കമ്മിറ്റി എങ്ങനെ, എന്ന് ചേരും, എന്തൊക്കെ ചെയ്യും? ആര്യ, ഇന്ന് നടന്ന പ്രത്യേക മുഷാവറ യോഗത്തിലാണ് ഇത്തരത്തിൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കങ്ങളടക്കം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഈ സബ് കമ്മിറ്റിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉമർ ഫൈസി മുക്കത്തിന്റെ വിവാദ പരാമർശം, അതായത് സാദിഖ് അലി തങ്ങളുടെ കാസി സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ സമസ്ത CIC-യുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ, ഇതെല്ലാം പഠിക്കാനും ഇതിൽ ഏത് രീതിയിൽ പരിഹാരം കാണാമെന്ന് മുഷാവറക്ക്, അതായത് സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി തങ്ങൾക്ക് മുൻപിലേക്ക് നിർദ്ദേശങ്ങൾ വെക്കുക എന്നതാണ് ഈ സബ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അതിന് നേതൃത്വം നൽകുന്നത് വൈസ് പ്രസിഡന്റായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാരാണ്. നമുക്കറിയാം, കഴിഞ്ഞ മുഷാവറ യോഗം ചേർന്ന സമയത്ത് ബഹാവുദ്ദീൻ നദിവിയും ഉമർ ഫൈസിയും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കള്ളന്മാർ എന്നടക്കം വിളിച്ച് അത് അലസിപ്പോവുകയും ഒടുവിൽ ജിഫ്രി തങ്ങൾ ഈ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ മുഷാവറ യോഗം കൂടിക്കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് പ്രത്യേകമായി പഠിക്കണം, ഈ പ്രശ്നങ്ങൾ വേറെ തന്നെയാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മുഷാവറ യോഗത്തിൽ ബഹാവുദ്ദീൻ നദീവ് പങ്കെടുത്തിരുന്നു, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കവും പങ്കെടുത്തിരുന്നു. ഉമർ ഫൈസിക്കെതിരെയുള്ള, അതായത് ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നതായിരുന്നു ലീഗ് അനുകൂല വിഭാഗം മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് വിവിധ മഹല്ലുകളിൽ നിന്ന് കത്തുകൾ മുഷാവറക്ക് മുൻപിലേക്ക് എത്തുകയും, അതുമാത്രവുമല്ല ലീഗ് അനുകൂല ചേരി ഒരു പ്രത്യേക കമ്മിറ്റി, അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രമേയം പാസാക്കി അതും മുഷാവറക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു. ഈ പ്രമേയം വായിച്ചതിന് ശേഷം അത് പാസാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നടപടി. എന്നാൽ കഴിഞ്ഞ തവണ അതാണ് അലസിപ്പോയത്. കാരണം ഉമർ ഫൈസിയും ബഹാവുദ്ദീൻ നദിവിയും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതോടുകൂടി അത് മുന്നോട്ട് പോകില്ല. തർക്കങ്ങൾ, പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും ഇപ്പോൾ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്.